നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട ബാക്ക് പെയിനിലേക്കാണ് വരുന്നത്. അത് ഡിസ്കിൻ്റെ ഹെർണിയേഷൻ എന്ന് പറയും. ഡിസ്ക് ചാടുന്നത് മൂലം അവ നെർവിലേക്ക് പോയി എൻട്രാപ്പ് ചെയ്തിട്ടുള്ള ബാക്ക് പെയിനാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ MRI എടുക്കേണ്ട കണ്ടീഷൻ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് മൂത്രത്തിന് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള പെയിൻ വരിക. സാധാരണഗതിയിൽ ആയുർവേദ മരുന്നുകൾ കഴിച്ചാലും പെയിൻ കില്ലേഴ്സ് കഴിച്ചാലും ഈ പെയിൻ കുറവായിരിക്കും. സാധാരണ നമ്മുടെ ലംബാർ സ്പൈനിൻ്റെ ആദ്യ ബാക്ക് പെയിൻ ബട്ടക്സിലോട്ട് നമ്മുടെ ബട്ടക്സിലോട്ട് പെയിൻ ഇതാകും. പിന്നെ അതിൻ്റെ സെൻസറി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുട മസിൽസ്, കോർട്ടിസെപ്സ് മസിൽസ് എന്ന് പറയും. കോർട്ടിസെപ്സ് മസിൽസിന് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാകും. അല്ല, അടുത്ത സ്റ്റേജിൽ S1 ലെവലിലുള്ള സെൻസറി ലെവലെന്ന് പറയും നമ്മൾ. സെൻസറി ലെവലാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ ടിബിയയുടെ ഭാഗത്ത് താഴ്ഭാഗത്ത് ആംഗിൾ വരെ വേദന വരും. ഇനി പ്രധാനപ്പെട്ട ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നത് L5-S1 ലെവലിലാണ്. L5-S1 ലെവലിൽ നമ്മുടെ ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടായാൽ കഠിനമായ പെയിൻ ആയിരിക്കും. അതായത് നമ്മുടെ ആംഗിളിലും കാഫ് മസിൽസിന് വളരെ കഠിനമായ വേദന ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വേദനകൾ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കേണ്ടതും റെസ്റ്റ് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളിത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ SLR എന്ന് പറയും, സ്ട്രെയിറ്റ് ലെഗ് റൈസ് ഉള്ള ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മുട്ടിന് താഴേക്ക് കഠിനമായ വേദനയോ എന്തെങ്കിലും ഒരു നംനെസ് എന്ന് പറഞ്ഞാൽ ഒരു മരവിപ്പ് ഫീലിംഗ് ഉണ്ടാകും. അല്ലെങ്കിൽ തലയിൽ വെയിറ്റ് കൊടുത്താൽ കാഫ് മസിൽസിലോട്ട് ഒരു പ്രഷർ വരും. അപ്പോൾ ഇങ്ങനെയുള്ള പണ്ട് കാലത്ത്, ഇത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ രീതിയിൽ ഇങ്ങനെയാണ് ഇത് നമ്മൾ അസസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ ഫിസിക്കൽ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ വളരെ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈവൻ എക്സ്റേ പോലും ഇങ്ങനെയുള്ള സ്ഥിതികളിൽ എടുക്കേണ്ട, നിങ്ങൾക്ക് മൂത്ര തടസ്സമോ അല്ലെങ്കിൽ അതികഠിനമായി സഹിക്കാൻ കൂടുതലുള്ള പെയിൻ എടുക്കുക, ആദ്യം എക്സ്റേയോ MRIയിലോട്ട് നമ്മൾ പോയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രോഗിയുടെ ബാക്കിൽ വളരെ ശ്രദ്ധയോടെ നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ടെൻഡനസ്, അതായത് മൃദുത്വം ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഈ ബാക്ക് പെയിനിലെ ഒരു പ്രധാന വില്ലൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക് മാത്രമല്ല, നമ്മളുടെ ബോഡി വെയ്റ്റ്, ലംബാർ ഡിസ്ക് മാത്രമല്ല ബോഡി വെയ്റ്റ് താങ്ങുന്നത്. ഫേസഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജോയിൻ്റ് ഉണ്ട്. ഈ ഫേസഡ് ജോയിൻറ്റിലും എന്തെങ്കിലും പ്രശ്നം, ചെറിയ ഫ്രാക്ചർ, ഹെയർ ലൈൻ ഫ്രാക്ചർ എന്ന് പറയും, ഫ്രാക്ചർ വരികയോ ഫേസഡ് ജോയിൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതികഠിനമായി നമ്മുടെ ഈ നെർവ് എൻട്രാപ്മെൻറ്റുള്ള വേദനയെ ഇത് മിമിക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഫേസഡ് ജോയിൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇത് ഡിസ്കിൻ്റെ ഹെർണിയേഷൻ മൂലമാണോ? ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രായം കൂടുന്തോറും ന്യൂക്ലിയസ് പൾപ്പോസ്, അതായത് സോഫ്റ്റ് ജെല്ലുള്ള പ്രോട്ടീൻ പോർഷൻ സോളിഡായിട്ട് വരും. അപ്പോൾ സോളിഡായിട്ട് വരുമ്പോൾ നമുക്ക് ഈ അധിക ഹെർണിയേഷൻ ഇത് ഉണ്ടാകത്തുമില്ല. കാരണം ഹെർണിയേഷൻ ഉണ്ടായാൽ തന്നെ ഇത് വന്ന വഴിയെ നമുക്ക് തള്ളിവിടാൻ സാധിച്ചു. പ്രത്യേക ടെക്നിക്കുകളുണ്ട്, പ്രത്യേക മർമ്മ പോയിന്റുകളിൽ പ്രഷർ കൊടുത്ത് വളരെ സാവധാനം ഈ ഡിസ്ക് ഊറി വന്ന പോലെ നമ്മൾ ഡിസ്കിനെ അതിൻ്റെ ബാക്കിലേക്കുള്ള പൊസിഷനിലാക്കാം. അപ്പോൾ തന്നെ ഈ പെയിൻ അങ്ങനെ അല്ലാതെ ഡിസ്ക് എടുത്ത് കളയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും ആവശ്യം വേണ്ടി വരുന്നില്ലെന്ന് തന്നെ പറയാം. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഈ ബാക്ക് പെയിനിൻ്റെ വീണ്ടും വരുമ്പോൾ ഈ നെർവ് എൻട്രാപ്മെൻറ്റുള്ള ബാക്ക് പെയിന് മെക്കാനിക്കൽ, അങ്ങനെ നെർവിന് യാതൊരു പ്രശ്നമില്ലാത്ത ബാക്ക് പെയിനിനെ പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആയുർവേദ രീതിയിലുള്ള കുഴമ്പുകളുടെ ആപ്ലിക്കേഷൻ, ധാര തുടങ്ങിയ ഇതിൽ ബാക്ക് പെയിനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നീര് നമ്മൾ രോഗിയെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം രോഗിയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീരുണ്ടോ. അങ്ങനെയുള്ളതിൽ ആയുർവേദത്തിൽ വളരെയധികം തണുപ്പ് കൊടുക്കുന്ന ഒരു ഞവര ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഞവര അപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും ഇൻഫ്ലമേഷന് വളരെ കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഈ ബാക്ക് പെയിനിൽ എല്ലാം ശ്രദ്ധിക്കേണ്ടത്, ബാക്ക് പെയിൻ ഉള്ളപ്പോഴും ഏതുതരം ബാക്ക് പെയിൻ ആണെങ്കിൽ പോലും റെസ്റ്റ് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ പ്രൊട്യൂഡ് ചെയ്തിരിക്കുന്ന ചിലപ്പോൾ നമുക്ക് 3 ദിവസം കൊണ്ട് തന്നെ ഈ നമ്മുടെ ഒരു സ്പൈനൽ കോഡ്, നമ്മുടെ ശരീരത്തിലെ സ്പൈനൽ കോഡ് സുഷുമ്നാ നാഡി എന്ന് പറഞ്ഞാൽ L1, L2 ലെവലിൽ, L1 അല്ലെങ്കിൽ മാക്സിമം L2 ലെവൽ വരെ പോകുന്നുള്ളൂ, അതിനപ്പുറത്തോളം സ്പൈനൽ കോഡില്ല. പക്ഷേ സ്പൈനൽ നെർവ്സ്, അതിൽ നിന്ന് താഴോട്ട് വരുന്ന സ്പൈനൽ നെർവ്സാണ് നമ്മുടെ L4, L5 ലെവലിൽ ഈ ട്രാപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാപ്പ് നമുക്ക് സ്പൈനൽ കോഡ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈസിലി മാനേജബിൾ ആണ്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മുടെ ഡിസ്ട്രക്ടമി എന്ന് പറയും മോഡേൺ മെഡിസിൻ, അവരെ ഡിസ്ക് എടുത്ത് മാറ്റിക്കളയും.
മാറ്റിക്കളഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? സ്പൈനലിന് ഒരു നോർമൽ കർവച്ചറുണ്ട്. ഈ ഒരു ലംബാർ സ്പൈൻ്റെ കർവച്ചർ പോയി കഴിഞ്ഞാൽ തൊറാസിക് വെർട്ടിബ്രയുടെ കർവച്ചർ ഓൾറെഡി പോകും. അപ്പോൾ അത് നമുക്ക് ലോഡോസിസ് പറയും. അപ്പോൾ നമ്മുടെ സ്പൈന് കൂടുതൽ കംപ്രഷൻ ഉണ്ടാകുകയും അപ്പോൾ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള കുറേ വെർട്ടിബ്ര ഉണ്ട്, ഈ ലംബാർ അല്ലാതെ തൊറാസിക് വെർട്ടിബ്ര ഉണ്ട്, സർവിക്കൽ. അപ്പോൾ അവയുടെ ഡിസ്കുകൾക്ക് തന്നെ ഈ ഡിസ്റ്റക്ടമി ചെയ്യുന്നത് കൊണ്ട് വളരെയധികം നാശങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പം നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചുമയ്ക്കുമ്പോൾ ബാക്ക് പെയിൻ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ കുറേ സമയം പ്രൊലോങ്ഡ് സിറ്റിങ്ങിൽ ബാക്ക് പെയിൻ കൂടുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രം നമ്മളൊന്ന് ഒരു എക്സ്റേ എടുത്താൽ തന്നെ ഇത് അറിയാവുന്നേ ഉള്ളൂ. നമുക്ക് തീരെ ഒരു ട്രീറ്റ്മെൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതായത് നമുക്ക് പെയിന് നമുക്ക് സഹിക്കുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ഒന്ന് കാര്യം ചിന്തിക്കേണ്ട, ഈ രോഗികളിൽ ചിലപ്പോൾ ബാക്ക് പെയിൻ അഡിക്റ്റഡ് ആയിരിക്കും. അവരെങ്ങനെയെങ്കിലും ബാക്ക് പെയിൻ പെയിൻ പലരും സഹിക്കുന്ന പല രീതിയിലായിരിക്കും. ചിലർ പെയിൻ പെട്ടെന്ന് വലിയ പെയിൻ വന്നാലും ചിലർക്കത് കാര്യമില്ല, ചിലർക്ക് ചെറിയ പെയിൻ വന്നാലും എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. ചിലർ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പെയിൻ അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഏത് തരം പെയിൻ ആണെങ്കിലും നമ്മൾ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ബ്രോൺ ഇങ്ങനെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഡിസ്കിൽ നിന്ന് യാതൊരുവിധ ബ്ലഡ് സപ്ലൈയും ഡിസ്കിലില്ല. അപ്പോൾ ഡിസ്ക് ഇങ്ങനെ വെള്ളം കിട്ടാതെ ഡ്രൈ ആയിട്ട് ഫ്രാജൈൽ എന്ന് വെച്ചാൽ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാകും. അപ്പോൾ ഫ്രാക്ചർ ഉണ്ടോ എന്നുള്ളത്, നമ്മൾ ഈ ചെറിയ ഫ്രാക്ചർ ആണെങ്കിൽ പോലും നമ്മൾ തൊടുമ്പോൾ ആ ഭാഗത്ത് ടെൻഡർനെസ് ഉണ്ട്. അപ്പം ആ ഭാഗത്ത് നമ്മൾ വളരെയധികം ഫ്രാക്ചർ ഉണ്ട്. ഈ ആയുർവേദ ഫിസിഷ്യൻസിന് പലപ്പോഴും അബദ്ധം പറ്റുന്നത്, ഈ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ടെൻഡർനെസ് ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാം, വേണമെങ്കിൽ ഒരു MRI ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു CT സ്കാൻ എടുത്ത് നോക്കാം. അപ്പോൾ ഈ ടെൻഡർനെസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ ഈ ലോ ബാക്ക് പെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ ശരീരത്തിലോട്ടുള്ള ഈ ഡിസ്കിലോ വെർട്ടിബ്രയിലേക്കുള്ള നമ്മുടെ സർക്കുലേഷൻ ഉണ്ട്, ബ്ലഡ്, നമ്മുടെ രക്തം പോകുന്നതിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായാൽ തന്നെ അത് ബാക്ക് പെയിനെ നമ്മൾ മിമിക് ചെയ്യും. പിന്നെ നമ്മൾ അമിതമായ മദ്യപാനിയൊക്കെ ആണെങ്കിൽ തന്നെ ഈ പെയിൻ ചിലപ്പോൾ ഈ ബാക്ക് പെയിനൊക്കെ തന്നെ യാതൊരു അൺനോൺ എറ്റിയോളജി ആണെങ്കിൽ പോലും യാതൊരു റീസൺ ഇല്ലെങ്കിൽ തന്നെ ഈ പെയിൻ വളരെ കൂടി വരും.